ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു D3 സൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ടു D3 സൗണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ദോശ. ഉരുളക്കിഴങ്ങ്, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സബോള, മൈദപ്പൊടി, ഓയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, 2-3 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മളിവിടെ മൈദപ്പൊടിയാണ് നമുക്ക് എടുത്തേക്കുന്നത്. അപ്പം മൈദയുടെ പകരം നമുക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ദോശയുടെ ബാറ്റർ ആവുന്ന വരെ നമ്മൾ മിക്സ് ആക്കുക. നമ്മളിത് കൈ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലോണം നമുക്കിത് കിട്ടുള്ളൂ. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങുള്ളത് കാരണം നന്നായി ഉടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ദോശ ചുടുന്ന പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഓയിൽ, ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ. നമുക്ക് എന്നിട്ട് നോർമൽ ദോശ ചുടുന്ന പോലെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് ദോശ റെഡി ആയിട്ട് ലൈക്ക് ചെയ്യുക,